ഡൊമിനിഷ്യൻ റിപ്പബ്ലിക്കിലെ ഒരു ബീച്ച് റിസോർട്ടിൽ ഉണ്ടായ ഒരു വൻ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. ആകാശത്തോളം കുതിച്ചുയർന്ന പുകപടലങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ മരിച്ചു, അത്ഭുതകരമായി മറ്റുള്ളവർ രക്ഷപ്പെട്ടു. പക്ഷെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് ഏതാണ്ട് 1700ഓളം ഗസ്റ്റുകൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. അവരെയൊക്കെ വളരെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷിച്ചത്. ഈ ഡൊമിനിഷ്യൻ റിപ്പബ്ലിക്കിലെ വളരെ പ്രധാനപ്പെട്ട കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടിലാണ് ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല. പുകപടലങ്ങൾ വല്ലാതെ അവിടെ പടർന്നിരിക്കുന്നു. രാജ്യത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകണം. കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധകരാറായി എങ്കിലും പക്ഷെ അന്തിമവട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്കൻ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് ജനീവയിൽ ചർച്ചയ്ക്ക്. എങ്കിലും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ആക്രമണം, ലെബനനിലെ ആക്രമണത്തിൽ ഇറാൻ വലിയ തോതിൽ രോഷാകുലരാണ്. ലെബനെ ചുട്ടരിക്കും എന്നും മറ്റും ഇസ്രായേലിൻ്റെ മന്ത്രി പറയുന്ന പശ്ചാത്തലമുണ്ട്. അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതടക്കം വലിയ പ്രശ്നമുണ്ടാക്കുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ യുദ്ധകരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലെബനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം. ഹോർമുസിൽ കടുപ്പിച്ച് ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണം. 48 മണിക്കൂർ മുൻപ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകണം. ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞുവെന്ന് ട്രംപ്. യുഎസിൽ നിന്ന് നയാ പൈസ പോലും ലഭിക്കില്ലെന്നും യുഎസ് പ്രസിഡന്റ്. വ്യോമസേനയോ നാവികസേനയോ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളോ അവശേഷിക്കുന്നില്ലെന്നും അവകാശവാദം. ഇറാൻ 4 മാസം മുൻപത്തേക്കാൾ ശക്തമെന്ന് ഡെമോക്രാറ്റുകൾ. ട്രംപിന്റെ ഇറാൻ നയതന്ത്ര ഇടപെടലുകളിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരെന്ന് സർവേ. ട്രംപിന്റെ മെലോണി പരാമർശത്തിൽ ഇറ്റലി US ബന്ധം വഷളായി. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി US സന്ദർശനം റദ്ദാക്കി. തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോണി കെഞ്ചിയെന്ന് US പ്രസിഡന്റ്. പൂർണ്ണമായും കെട്ടിച്ചമച്ച അവകാശവാദമെന്ന് ജോർജിയ മെലോണി. പാശ്ചാത്യ സഖ്യത്തിനെതിരെ ആണവയുദ്ധ ഭീഷണിയുമായി റഷ്യ. കടുത്ത മുന്നറിയിപ്പ്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയതോടെ 3ാം ലോക മഹായുദ്ധത്തിലേക്കും ആണവയുദ്ധത്തിലേക്കും നയിച്ചേക്കാമെന്നും റഷ്യ. ബ്രിട്ടനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഒരു മരണം, 50ഓളം പേർക്ക് പരിക്ക്, 22 പേരുടെ നില ഗുരുതരം. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ ഉദ്ധവ് പക്ഷം. MP-മാർക്ക് പിന്നാലെ MLA-മാരും പാർട്ടി വിടുന്നു. സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന ഉദ്ധവ് താക്കറെ. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഏക്നാഥ് ഷിൻഡെ. ലോകകപ്പിൽ ബ്രസീൽ ആഘോഷം. ഹെയ്ത്തിക്കെതിരെ 3-0 ജയം. മത്തയോസ് കുഞ്ഞയ്ക്ക് ഇരട്ട ഗോൾ. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ ഗ്രൂപ്പിൽ 1-ാമത്. ഓസ്ട്രേലിയക്കെതിരെ US-നും ജയം. വിരാട് കോഹ്ലി 2030 വരെ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് RCB. വിരമിച്ചാലും RCBയുടെ ഭാഗമായി ഉണ്ടാകും. ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പരിശീലകനാകാൻ യുവരാജ് സിംഗ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ തർക്കം അതിരൂക്ഷം. ഡോക്ടർ നീന ഇന്നും ജോലിക്കെത്തിയേക്കും. പകർച്ചവ്യാധി രോഗപ്രതിരോധത്തിന് ഉന്നതാധികാര സമിതി രൂപീകരിച്ച സർക്കാർ. സമിതിയിൽ മന്ത്രിയടക്കം 13 അംഗങ്ങൾ. സംസ്ഥാനത്ത് മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. താരസംഘടന അമ്മയിൽ തർക്കം രൂക്ഷം. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒഴിയണമെന്ന ഒരു വിഭാഗം. വാർഷിക പൊതുയോഗം നാളെ. അൻസിബ ഹസനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നേതൃത്വം.
2026 ലോകകപ്പിൽ ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഹൈത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ തോൽപ്പിച്ചത്. ആദ്യ പകുതിയിലാണ് ഈ 3 ഗോളുകളും പിറന്നത്. അതോടെ കൂടുതൽ ഗോളുകളിലേക്ക് ബ്രസീൽ എത്തുമെന്നുള്ള അമിത പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. പക്ഷേ 3 ഗോളുകളിൽ ആദ്യ പകുതിയിലെ 3 ഗോളുകളിൽ ടീം ഒതുങ്ങി. ആദ്യ 11-ൽ ഇടം പിടിച്ച മത്തയൂസ് കുഞ്ഞ 2 ഗോൾ നേടി. 23-ാം മിനിറ്റിലും 36-ാം മിനിറ്റിലുമായിരുന്നു കുഞ്ഞയുടെ ഗോളുകൾ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറാണ് ലീഡ് 3 ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്ത് എത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. നമ്മൾ കാണുന്നത് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും മറ്റും ആരാധകരുടെ ആവേശമാണ് ബ്രസീലിൻ്റെ ജയവുമായി ബന്ധപ്പെട്ട്. ഇവിടെയൊക്കെ പ്രത്യേക സ്ക്രീനുകൾ തയ്യാറാക്കിയിരുന്നു. ബ്രസീൽ ജയം അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കളി ആഘോഷിക്കാൻ അവരുടെ ആഘോഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽദോ, കൂടുതൽ ഗോളുകൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം 3 ഗോളുകളും പിറന്നത് ആദ്യ പകുതിയിലാണ്. പക്ഷെ അതിനുശേഷം മറ്റുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷിച്ച ഒരു കളി പുറത്തെടുക്കാൻ ബ്രസീലിനായോ? ബ്രസീലിന്റെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ബ്രസീൽ അല്പം കൂടി തേച്ച് മിനുക്കാനുണ്ട് എന്നായിരിക്കും ആരാധകർ വിലയിരുത്തുക. കാരണം ബ്രസീലിന് 3-0 എന്ന സ്കോർ കാർഡ് അവരുടെ ഒരു ആധിപത്യം നൽകുന്നു എന്ന് തോന്നിപ്പിക്കുമെങ്കിൽ പോലും കളത്തിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാമായിരുന്നു ബ്രസീലിന് എന്നാണ് പറയേണ്ടത്. ബ്രസീലിന്റെ പ്രകടനം അത് പൂർണ്ണ മികവിലേക്ക് എത്തി എന്ന് കരുതാൻ കഴിയില്ല. ബ്രസീൽ ആരാധകർക്ക് പക്ഷേ ഇത് ആശ്വാസമാണ്, പ്രതീക്ഷയാണ്. കാരണം ഗ്രൂപ്പിൽ അവർ 1-ാം സ്ഥാനത്തെത്തി. നോക്കൌട്ട് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. ബ്രസീലും മൊറോക്കോ കഴിഞ്ഞ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചിരുന്നു. അങ്ങനെ ബ്രസീലും മൊറോക്കോയും തന്നെ ഗ്രൂപ്പിൽ നിന്ന് മുന്നിലേക്ക് കയറുമെന്ന് പ്രതീക്ഷിക്കാം. സ്കോട്ട്ലൻഡിനും പ്രതീക്ഷയുണ്ട്. ഞാൻ ബ്രസീൽ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആദ്യം 12-ാം മിനിറ്റിൽ തന്നെ ഒരു പന്ത് ബ്രസീൽ ഹെയ്ത്തി വലയിൽ എത്തിച്ചു. പക്ഷേ അത് റഫീഞ്ഞിലൂടെയായിരുന്നു. പക്ഷേ അത് റഫറി ഓഫ് സൈഡ് വിളിച്ചു. ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. ഇനി അതിനുശേഷം മത്സരത്തിൻ്റെ 23-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് കൂഞ്ഞയാണ്. മത്തേസ് കൂഞ്ഞ ഇന്ന് ആദ്യ 11-ൽ ഇടം പിടിച്ച താരമാണ്. മത്തേസ് കൂഞ്ഞ അങ്ങനെ ആദ്യമായി ബ്രസീലിന് ലീഡ് നൽകി. വിനീഷ്യസ് ജൂനിയർ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് വായിക്കുന്നു. അത് ഹെയ്ത്തി ഗോൾ കീപ്പർ ജോണി പ്ലാസിഡ് സേവ് ചെയ്യുന്നതിനിടെ അത് റീബൗണ്ട് ലഭിക്കുകയാണ് കൂഞ്ഞയുടെ കാലുകളിലേക്ക്. അങ്ങനെയാണ് കൂഞ്ഞ അത് വളരെ കൃത്യമായി ഗോളാക്കി മാറ്റിയത്. 36-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർക്ക് നൽകിയ പന്ത് കൂഞ്ഞയ്ക്ക് പാസ് നൽകി. അങ്ങനെ ആ പാസ് സ്വീകരിച്ചാണ് കൂഞ്ഞ തൻ്റെ 2ാമത്തെ ഗോൾ നേടിയത്. ബ്രസീൽ ലീഡ് 2-0 ആക്കിയത്. ഇഞ്ചുറി ടൈമിലായിരുന്നു ബ്രസീലിൻ്റെ 3ാമത്തെ ഗോൾ. ഇത്തവണ അത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. പക്വേറ്റ ഏതാണ്ട് മധ്യനിരയെ ഡിഫൻസിൽ നിന്ന് മധ്യനിരയെ പിളർത്തിക്കൊണ്ട് മുന്നിലേക്ക് നൽകിയ ഒരു ബോളാണ്. ആ ബോളാണ് വളരെ ഭംഗിയായി ക്ലിനിക്കലായി വിനീഷ്യസ് ജൂനിയർ ഫിനിഷ് ചെയ്തത്. അദ്ദേഹത്തിന് മുന്നിൽ ലഭിക്കുന്ന അവസരങ്ങൾ അത് മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു വിനീഷ്യസിന്റെ ആ ഗോൾ. പക്ഷേ ഇനി 2ാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ആധിപത്യം ബ്രസീൽ തുടർന്നു. പന്തടക്കത്തിലൊക്കെ ആധിപത്യമുണ്ട്. പക്ഷേ അപ്പോഴേക്കും ബ്രസീലിന് സ്കോർ ചെയ്യാനുള്ള സാഹചര്യം കുറഞ്ഞു വരികയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. 40-ാം മിനിറ്റിൽ ബ്രസീലിൻ്റെ സൂപ്പർ താരം റഫീഞ്ഞ പരിക്കേറ്റ് പിന്മാറുകയാണ്. ആ പരിക്ക് ബ്രസീലിന് ആശങ്കയാണ്. നെയ്മർ പരിക്ക് മാറി അടുത്ത മത്സരത്തിൽ മടങ്ങിയെത്തുമെന്ന് പറയുമ്പോൾ റഫീഞ്ഞ പുറത്തു പോകുന്നത് അതിനേക്കാൾ വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള ആശങ്കയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. അതിലൊരു വ്യക്തത നൽകിയിട്ടില്ല ബ്രസീൽ ടീം മാനേജ്മെൻറ്റ്. എത്രത്തോളം ഗുരുതരമാണ് എന്നും വ്യക്തമാക്കിയിട്ടില്ല. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ പറയാൻ കഴിയുള്ളൂ. കാരണം റഫീഞ്ഞയെ പോലൊരു താരം ബ്രസീലിനും ആംഗ്ലോട്ടിക്കും ആ തന്ത്രങ്ങൾ മെനയുന്നതിൽ നിർണായകമാണ്. ഒരു പകരക്കാരൻ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. അതിൽ ഇപ്പോൾ പകരം കളത്തിലേക്ക് ഇറങ്ങിയ റയൻ ആണെങ്കിലും അല്ലെങ്കിൽ എൻട്രിക് ആണെങ്കിലും ഇവർക്കൊന്നും റഫീഞ്ഞയ്ക്ക് പകരം നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ 2ാം പകുതിയിൽ 63-ാം മിനിറ്റിൽ ഹെയ്ത്തി ഒരു ഗോളിന് തൊട്ടരികിലെത്തിയതാണ്. ഒരു ഗോളിലേക്ക് എത്തിയെന്ന് ഉറപ്പിച്ച ഒരു ഹെഡർ അവിടെ ആലിസൺ ബെക്കർ ബ്രസീൽ ഗോൾ കീപ്പർ അത് തട്ടിയകറ്റിയതാണ് ബ്രസീലിന് രക്ഷയായത്. ഇനി 78-ാം മിനിറ്റിൽ ഹെയ്റ്റി പോസ്റ്റിൽ വീണ്ടും വലയെത്തി. അത് ഇത്തവണ എൻട്രിക്കാണ് പന്ത് വലയിലെത്തിച്ചത്. പക്ഷേ അവിടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. ഇതാണ് ഒരു മത്സരത്തിൻ്റെ ഒരു പൊതുചിത്രം. ബ്രസീൽ ജയിച്ചു, 3 പോയിന്റ് സ്വന്തമായി, ഗ്രൂപ്പിൽ 1-ാമതെത്തി. പക്ഷേ ബ്രസീലിന് ഇനി മെച്ചപ്പെടാനുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും അതാണ്, ബ്രസീലിന് മെച്ചപ്പെടാനുണ്ട്. അവർ പക്ഷേ ജയിച്ചു എന്നുള്ള ആശ്വാസം ആരാധകർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ 1-ാം സ്ഥാനത്തേക്ക് ബ്രസീൽ ഗ്രൂപ്പിലെത്തുന്നു, ഹെയ്ത്തി പുറത്താകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ബ്രസീൽ ആരാധകർ പ്രതീക്ഷിച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ബ്രസീലിനായോ എന്നുള്ളതാണ് ഇപ്പോഴും ആരാധകരെ വിഷമത്തിലാക്കുന്നത്.
മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. വാക്പോര് മാത്രം ബാക്കി നിൽക്കുകയാണ് പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. കാരണം അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. അതിനുശേഷം അന്തിമമായ ചില ചർച്ചകൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അമേരിക്കൻ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും അവിടെ എത്തി അത്തരം ചർച്ചകളുടെ ഭാഗമാകും, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എന്നൊക്കെയായിരുന്നു പ്രധാനമായും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രസ്താവന അതിപ്പോൾ ഇതിന് വിഘാതമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഹിസ്ബുള്ള വെടിനിർത്തൽ ധാരണയായി എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിനിടയിലാണ് ഇത്തരം ചില സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. പ്രാദേശിക സമയം ഇന്നലെ 4 മണി മുതൽ വെടിനിർത്തൽ എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അമേരിക്കയും ഖത്തറും ഇടപെട്ടാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കണമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗ്വീറിന്റെ പ്രസ്താവന വന്നത്. ഇതിനെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ജി രംഗത്ത് വരികയാണ്. ഈ അബ്ബാസ് അരക്ജിയും ഈ ചർച്ചയുടെ ഭാഗമാകേണ്ടതാണ്. പക്ഷേ അബ്ബാസ് അരക്ജി ഇതുവരെ ജനീവയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇസ്രായേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത് മേഖലയിൽ സ്ഥിരമായി യുദ്ധം വേണമെന്നാണ് എന്നും അരാക്ജി കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ട്. 4 ഇസ്രായേൽ സൈനികരാണ് ലെബനൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 18ഓളം ലെബനൻ ഭടന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ചെറിയ തോതിലെങ്കിലും ഈ ചർച്ചകൾക്ക് ഒരു വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ചർച്ചകളെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വെടിനിർത്തൽ ധാരണയായിട്ടും ഇപ്പോഴും കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല എന്നുള്ള വിവരമല്ലേ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും ഏർപ്പെട്ട സമാധാന ധാരണാ കരാർ, പ്രാഥമിക കരാർ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇസ്രയേൽ ഈ കരാറിനെ അട്ടിമറിക്കുമോ എന്നത് വലിയ ആശങ്കയായി നിലനിൽക്കുന്നു. ഞായറാഴ്ചയാണ് US-ഉം ഇറാനും ഇത്തരത്തിൽ ഒരു സമാധാന കരാർ സംബന്ധിച്ച ധാരണയിലെത്തിയത്. ആ ധാരണയ്ക്ക് പിന്നാലെ തന്നെ ഇസ്രയേൽ ലെബനനിൽ ബെയ്റൂട്ടിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലും വളരെ ശക്തമായ ആക്രമണമാണ് തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയത്. ഏതാണ്ട് രാജ്യത്തിൻ്റെ 5% വരുന്ന പ്രദേശം അതിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹെസബുല്ലയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ അതിശക്തമായി ഇസ്രയേൽ തുടരുമ്പോൾ ഈ സമാധാന കരാറിൻ്റെ ഭാവി എങ്ങനെ എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അമേരിക്കയും ഖത്തറും ഇടപെട്ട് ചില വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അത് പ്രായോഗികമായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രയേലും ഹെസബുള്ളയും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. പ്രാദേശിക സമയം 4 മണി മുതൽ ഈ വെടിനിർത്തൽ വന്നു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. കാരണം ഇസ്രയേലിൻ്റെ നേതാക്കളുടെ പ്രതികരണവും അതോടൊപ്പം തന്നെ ലെബനൻ്റെ പ്രതികരണവും തികച്ചും പ്രകോപനപരമാണ്. ആ പ്രകോപനപരമായ പ്രതികരണം സൃഷ്ടിക്കാനിടയായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണമാണ്. ലെബനൻ പറയുന്നത് ഇസ്രയേൽ സൈന്യം എത്രത്തോളം കാലം അവിടെ തുടരുന്നുവോ ആ കാലമത്രയും വെടിനിർത്തൽ എന്നത് അപ്രായോഗികമായിരിക്കും എന്നൊരു പ്രതികരണമാണ് ലെബനൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇസ്രയേലുമാകട്ടെ സമാനമായ പ്രതികരണം നടത്തുന്നു. അതായത് ഇസ്രയേൽ സൈന്യത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം അത് എപ്പോഴും ഉണ്ടാകും, ഒരു കരാറും അതിൻ്റെ ഭാഗമല്ല എന്ന തരത്തിൽ ഇസ്രയേലും ഇതിനോട് വിട്ടുവീഴ്ച ഇല്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. ഇതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും സമാധാന ധാരണാപത്രത്തിൽ ഇരുഭാഗവും ഒപ്പുവെച്ചു എങ്കിലും ഇസ്രയേലും ലെബനൻ കേന്ദ്രീകരിച്ച് ഹെസബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളും അത് വളരെ ശക്തമായി തുടരുകയാണ്. ഇത് ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ചർച്ചകൾ ജനീവയിൽ നടക്കേണ്ടതാണ്. അതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ ഹോർമുസിൽ, കാർത്തിക് ദയവായി തുടരുക, ഇതിനിടയിൽ ഹോർമുസിൽ പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ പുറത്തിറക്കിയിരിക്കുകയാണ്. നേരത്തെ ഹോർമുസിന് നിയന്ത്രണം പൂർണ്ണമായും ഇറാന് വിട്ടു നൽകില്ല എന്നായിരുന്നു കരാറിൻ്റെ ഭാഗമായുള്ളത്. പക്ഷേ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അതും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കപ്പലുകൾ കടന്നു പോകാൻ അപേക്ഷ നൽകണം എന്നാണ് ഇറാൻ്റെ ഹോർമുസ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. 48 മണിക്കൂർ മുമ്പ് റൂട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇറാന് ഏത് രാജ്യത്തിൻ്റെ കപ്പൽ കടന്നുപോയാലും കൈമാറണം. മൈനുകളും കൂട്ടിയിടി സാധ്യതയും കാരണമാണ് നിയന്ത്രണമെന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിൽ പോലും
ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ മന്ത്രി ഇദാമീൻ ബെൻ ഖബീറിൻ്റെ ലെബനൻ ചുട്ടരിക്കണം എന്ന പ്രസ്താവനയാണെന്നും ഇസ്രായേലിന് വേണ്ടത് സ്ഥിരമായ യുദ്ധമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടി അതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇറാൻ ഹോർമുസിൽ കടന്നാൽ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കും, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും. അത് ഏതൊക്കെ തരത്തിൽ ഈ സമാധാന ചർച്ചകളിലും യുദ്ധവിരാമത്തിലുമൊക്കെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപും തൻ്റെ പതിവ് ശീലം ഇപ്പോൾ പുറത്തെടുക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അതിനൊരു പ്രധാനപ്പെട്ട 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഡെമോക്രാറ്റുകൾ US-ൽ ട്രംപിനെതിരെ കാര്യമായ പ്രചരണം നടത്തുന്നുണ്ട്. കാരണം ട്രംപ് ഈ ചർച്ചകൾ നടത്തിയത് ഇറാൻ അനുകൂലമായാണെന്നും ഇറാന് അനുകൂലമായ പല വ്യവസ്ഥകളും ഈ കരാറിലുണ്ടെന്നും അത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വിരുദ്ധമാണെന്നുമാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. കാരണം ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റും എന്ന് യുദ്ധം ആരംഭിച്ചപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നു. ആണവ നിരായുധീകരണം അടക്കം ഇറാനെ കൊണ്ട് എടുപ്പിക്കും എന്ന് ട്രംപിൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു. അപ്പം യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറ്റുമെന്നും യുറേനിയം പിടിച്ചെടുക്കുമെന്നും മറ്റുമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കരാറിൻ്റെ ഭാഗമായില്ല എന്നാണ് ഡെമോക്രാറ്റുകളുടെ ഈ അവകാശവാദം. അതേസമയം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു നയാ പൈസ പോലും ഇറാൻ നൽകില്ല എന്നാണ്. സമീപകാലത്തുണ്ടായ യുദ്ധം ഇറാൻ്റെ സൈനിക ശേഷിയെ പാടെ തകർത്തു തരിപ്പണമാക്കി. അവർക്ക് വ്യോമസേനയോ നാവികസേനയോ പ്രതിരോധ സംവിധാനങ്ങളോ അവശേഷിക്കുന്നില്ല എന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. കാർത്തിക്, ട്രൂത്ത് സോഷ്യലിൽ തൻ്റെ തുടർച്ചയായ കുറിപ്പുകളിലൂടെയാണ് ട്രംപിൻ്റെ ഈ അവകാശവാദം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ടാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തൻ്റെ പരാജയം അംഗീകരിക്കാതിരിക്കാനുള്ള ട്രംപിൻ്റെ ഒരു നിലപാട് മാറ്റമായി വേണമെങ്കിൽ ഇതിനെ കാണാം. കാരണം കരാറിൽ വളരെ വ്യക്തമായി ഇറാന് കൊടുക്കുന്ന പണത്തെക്കുറിച്ചടക്കം സൂചനയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ട്രംപ് അത്തരത്തിലൊരു പ്രതികരണം നടത്താനിടയായ സാഹചര്യങ്ങളിൽ ഒന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ എക്സിലെ പോസ്റ്റാണ്. അതിൽ അമേരിക്ക ഈ കരാറിന് നിർബന്ധിച്ചുവെന്നും അമേരിക്ക ചില വിട്ടുവീഴ്ചകൾ ചെയ്തുവെന്നും നിരാശ കൊണ്ടാണ് അമേരിക്ക ഈ കരാറിലേക്ക് എത്തിപ്പെട്ടതും എന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് മറുപടി നൽകിയത്. ഒരുപക്ഷെ നിരാശ കൊണ്ടായിരിക്കാം ഇറാൻ ഈ കരാറിൽ ഒപ്പിട്ടത് എന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ വ്യോമസേന ഇല്ലാതായി, നാവികസേന ഇല്ലാതായി, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതായി. തുടർന്നും എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ചോദിച്ചു. അത് മാത്രമല്ല, ഈ വിവാദം, അതായത് ഇറാന് മുന്നിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ട്രംപിനെതിരെ അമേരിക്കയിൽ രാഷ്ട്രീയമായും ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് കൂടിയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ആ മറുപടി നൽകിയത്. ഇത്തരത്തിൽ ഒരു കരാർ, ഇത്തരത്തിൽ അവരുടെ സൈന്യത്തെ പൂർണ്ണമായും തകർത്തിട്ടും ഇറാൻ മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ട്രംപ് ചോദിച്ചത്. അത് അവിടുത്തെ പ്രതിപക്ഷം ട്രംപിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഈ വിഷയം. അതിനുള്ള മറുപടി കൂടിയായി വേണം അതിനെ കാണാൻ. എന്തായാലും ആദ്യം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കാര്യങ്ങൾ. ഒന്ന്, ഹോർമുസ് സാധാരണ നിലയിലേക്ക് വരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 18 മില്യൺ ബാരൽ ക്രൂഡ് അവിടെ നിന്ന് കയറ്റുമതി ചെയ്തു. മാത്രമല്ല 700ഓളം കപ്പലുകൾ ഇതിനായി അനുമതിക്കായി കാത്തുകിടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ട്രംപ് അല്പം മുമ്പ് ഖത്തറിൻ്റെ അദ്ദേഹത്തിന് സമ്മാനിച്ച എയർഫോഴ്സ് 1 വിമാനത്തിൻ്റെ അനാച്ഛാദന ചടങ്ങിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ഇക്കാര്യം ആവർത്തിക്കുകയുമാണ് ട്രംപ്. അതായത് ഇറാൻ പൂർണ്ണമായും ഈ കരാർ വലിയ തോതിൽ ഗുണം ചെയ്യും, എണ്ണ ഒഴുകും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും അദ്ദേഹം നടത്തുന്നു. ഇനി ഇതിലേക്ക് വന്നാൽ, അതായത് ട്രംപ് എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതിലേക്ക് വന്നാൽ, അതിലേറ്റവും പ്രധാനം ഒന്ന് ഇറാനുള്ള മറുപടിയാണ്. മറ്റൊന്ന്, അമേരിക്കയിൽ നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ വിഷയം ഒത്തുതീർപ്പാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ട്രംപിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ വിഷയം അവിടെ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നതും. അതായത് ഇറാന് മുന്നിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് വലിയ തോതിൽ ഈ പാർട്ടിയെ ബാധിക്കും എന്ന പ്രതീതിയുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായി, അതിൻ്റെ ഒരു പ്രതിരോധമായി വേണം ട്രംപിൻ്റെ ഈ പ്രതികരണത്തെ കാണാനും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ യുദ്ധകാഹളം മുഴക്കി, യുദ്ധസന്നാഹമൊക്കെ മുഴക്കി ഇറങ്ങിയ ആളാണ് ട്രംപ്. ഇറാനെ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ, പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ
ഇറാൻ നയതന്ത്ര ഇടപെടലുകളിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരാണെന്നാണ് പുതിയ സർവേ ഫലം പുറത്തുവിടുന്നത്. ട്രംപിന്റെ മൊത്തത്തിലുള്ള ഭരണ മികവിനെ 37% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. 52-ന് മുകളിൽ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന പ്രസിഡന്റിനാണ് ഇപ്പോൾ ഇത്രയധികം അമേരിക്കയുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് എന്നാണ് പ്രധാനം. മെയ് മാസത്തിലെ കണക്കുകൾക്ക് സമാനമാണ്. ഇറാൻ വിഷയത്തിൽ 65% അമേരിക്കക്കാരും ട്രംപിന്റെ നടപടികളെ എതിർക്കുകയാണ്. 3 മാസത്തോളം നീണ്ടുനിന്ന ഇറാനുമായുള്ള സംഘർഷം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ ജനപ്രീതി ഇല്ലാത്ത ഒന്നായിരുന്നു എന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിൽ നിന്ന് പെട്ടെന്ന് മാറി ചർച്ചകൾക്കും കരാറുകൾക്കുമൊക്കെ ട്രംപ് തയ്യാറായതാണ് ജനങ്ങളെ ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ട്രംപുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നയത്തിനെതിരെയും ആളുകൾ രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ട്. അതായത് അമേരിക്കയെ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും എന്നുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, അതിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുന്നത് എന്ന് വേണം ഈ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. യഥാർത്ഥ ലക്ഷ്യം സമാധാനമെങ്കിൽ അതിലേക്ക് ട്രംപ് എത്തുന്നില്ല എന്നും ജനങ്ങൾ നിലപാടെടുത്തു. ഇസ്രായേലിനൊപ്പം ട്രംപ് നിൽക്കുന്നതിനെയും എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്നാണ് ഈ സർവേ ഫലങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത്. ഏതായാലും ഡെമോക്രാറ്റുകളുടെ വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ ട്രംപിനെതിരെ അമേരിക്കൻ ജനതയും രംഗത്ത് വരുന്നു എന്നുള്ളത് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോനിയയോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോനി കെഞ്ചി എന്നാണ്. ഒരു ചാനൽ അഭിമുഖത്തിലാണ് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് ജോർജ് മെലോനി വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇറ്റാലിയൻ മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിനുള്ള മറുപടിയുമായി മെലോനി രംഗത്ത് വന്നത്. തന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും താൻ സംസാരിച്ചതിൽ അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്നും ട്രംപ് പറയുകയായിരുന്നു. മെലോനിക്ക് തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, താൻ ഫോട്ടോ എടുക്കുമായിരുന്നില്ല, അവരോട് പാവം തോന്നിയതുകൊണ്ടാണ് ഫോട്ടോ എടുത്തതെന്നൊക്കെയാണ് ട്രംപ് അഭിമുഖത്തിൽ വാചകമടിച്ചത്. ഈ പരാമർശങ്ങളെ പൂർണ്ണമായും മെലോനി തള്ളി. ട്രംപിന്റെ വാക്കുകൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. സഖ്യകക്ഷികൾക്കെതിരെ ട്രംപ് ഇത്തരത്തിൽ അപമാനകരമായ പരാമർശങ്ങൾ നടത്തുന്നത് ഇതാദ്യമായല്ലെന്നും മെലോനി എക്സിൽ കുറിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെയും US-ന്റെയും ശത്രുക്കളോട് ട്രംപ് ഇതേ ദൃഢത കാണിക്കാത്തത് കഷ്ടമാണ്. താനോ ഇറ്റലിയോ ഒരിക്കലും കെഞ്ചാറില്ലെന്നും മെലോനി വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി US-ലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ആ സന്ദർശനം റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു. മെലോനിക്കെതിരായ ട്രംപിൻ്റെ വാക്കുകൾ അപമാനകരമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് മാത്രമല്ല, മെലോനിയെ മാത്രമല്ല ഇറ്റലിയെ മുഴുവൻ അപമാനിക്കുന്നതാണ് എന്നും വിദേശകാര്യമന്ത്രി എക്സിൽ കുറിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഏതായാലും ഇറ്റലിയിൽ ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് ട്രംപിനെതിരെ ഉയരുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. നേരത്തെ നമുക്കറിയാം, ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് ശേഷം ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അന്ന് ലിയോ 14 മാർപ്പാപ്പ ഇറാനിൻ്റെ ആക്രമണത്തെ അപലപിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. തുടർന്ന് മാർപ്പാപ്പയ്ക്കെതിരെ ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഇതിന് ശേഷം വീണ്ടും ഇറ്റലിയും US-ഉം തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ്. ഇതിനിടയിൽ റഷ്യയിൽ വലിയ ആക്രമണം റഷ്യ ഫേസ് ചെയ്യുന്നു യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയെ വല്ലാതെ നാണം കെടുത്തുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. കടുത്ത മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത് വരുന്ന പശ്ചാത്തലം ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആണവ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭീഷണി. കഴിഞ്ഞ ദിവസങ്ങളിൽ മോസ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ അതിഭീകരമായ ഒരു ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു. ഇതിന് പിന്നാലെയാണ് വ്ളാഡിമിർ പുടിൻ്റെ ഏറ്റവും വിശ്വസ്തനും റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായ സെർജി ലാവറോവ് കടുത്ത മുന്നറിയിപ്പുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന പാശ്ചാത്യ സഖ്യത്തിൽ നിന്നും റഷ്യ ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് ലാവറോവ് പറയുകയാണ്. ഇത് കൈവിട്ടുപോയാൽ, ഈ സംഘർഷങ്ങൾ കൈവിട്ടുപോയാൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കും ആണവയുദ്ധത്തിലേക്കും നയിച്ചാൽ അത്ഭുതപ്പെടേണ്ട എന്നും ലാവറോവ് പറയുകയാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിൽ വേണമെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും എന്നാണ് ലാവറോവ് പറയുന്നത്. ഏതായാലും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ കഴിഞ്ഞ 4 വർഷമായി ഫേസ് ചെയ്യുന്ന തിരിച്ചടിയുണ്ട്. വളരെ പെട്ടെന്ന് തീർത്ത് കളയാം എന്ന് പറഞ്ഞിറങ്ങിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ റഷ്യ കടുത്ത ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും നേരിടുന്നത്.
റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഇതിനിടെ വലിയ വർധനവുണ്ടായി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടയിൽ ആഗോള എണ്ണ ലഭ്യതയിൽ വലിയ കുറവുണ്ടായത് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയിൽ. ഇതിനിടയിലാണ് റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത്. അമേരിക്കയുടെയൊക്കെ നിരോധനവും എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊക്കെ അവഗണിച്ച് ജൂൺ മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി സർവകാല റെക്കോർഡിലേക്ക് ഇന്ത്യ എത്തിച്ചിരിക്കുകയാണ്. ജൂൺ മാസം ഇതുവരെ ഇന്ത്യയുടെ ശരാശരി എണ്ണ ഇറക്കുമതി പ്രതിദിനം 2.6 ദശലക്ഷം ബാരലാണ്. ഇത് ഈ കാലയളവിലെ രാജ്യത്തിൻ്റെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 53.5% എന്ന വലിയ അളവിലേക്ക്, അതായത് പകുതിയിലധികം എണ്ണയും ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുന്നു. അതിന് വിലക്കുറവാണ് എന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോജനം കൂടി ഇന്ത്യക്കുണ്ട്. ജൂൺ മാസം മുഴുവൻ കണക്കിലാക്കുമ്പോൾ റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം 2.35 ദശലക്ഷം ബാരലധികം ഉയരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിനു മുൻപുള്ള 2023 മെയ്യിലുണ്ടായ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. അതിനേക്കാൾ കൂടിയ കണക്കിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിഫൈനറികളെല്ലാം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റുകൾ, വൻ അട്ടിമറികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏക്നാഥ് ഷിൻഡെ, ശിവസേന അധ്യക്ഷൻ, പറയുന്നത് കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ ചിത്രം വരാതിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഉദ്ധവ് താക്കറെ വിട്ട് നിരവധി MP-മാർ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതേസമയം അതുപോലെ തന്നെ MLA-മാരും കൂറുമാറുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ശിവസേന തകർച്ചയിലേക്ക് പോകുന്ന പശ്ചാത്തലം അത് NDA മുതലെടുക്കുന്നു. ഇതിനിടയിൽ താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, പല പാർട്ടികളെയും പിളർത്തുന്നു, ഇല്ലാതാക്കുന്നു, അങ്ങനെ NDA സഭയിൽ തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതേതാണ്ട് പൂർണ്ണമായും അസ്തമിക്കുന്ന അവസ്ഥയാണോ? രഞ്ജിത്ത്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നടന്നിട്ടുള്ള വിമത നീക്കം ഓപ്പറേഷൻ ടൈഗർ അത് എവിടെ അവസാനിക്കും എന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം എന്ന് തന്നെ പറയാം. കാരണം 6 MP-മാർ ആണ് ഉദ്ധവ് പക്ഷത്ത് നിന്ന് ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സ്പീക്കറെ കാണുകയും അവർ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇരിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പീക്കർ ഓം ബിർള എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ്. തീർച്ചയായും ഓം ബിർള ഇത് അംഗീകരിക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഉദ്ധവ് താക്കറെ വിഭാഗം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചിരുന്നു MP-മാരുടേത്. ആ യോഗത്തിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ വിപ്പ് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 6 പേർക്ക്, അതായത് വിമതരായിട്ടുള്ള 6 പേർക്കെതിരെ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം. എന്നാൽ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കുക എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. കാരണം ഈ വിമത പക്ഷം അവകാശപ്പെടുന്നത് 3/2 ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണ്. അതായത് 9 MP-മാരാണ് ഉള്ളത്. അതിൽ 6 പേരും ഇപ്പോൾ വിമത പക്ഷത്താണുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഉദ്ധവ് താക്കറെ പക്ഷം എന്നത് തങ്ങളുടേതാണ് എന്നതാണ് ഇപ്പോൾ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടെയാണ് ഉദ്ധവ് താക്കറെ വൈകാരികമായ പ്രതികരണം നടത്തിയത്. അതായത് കോൺഗ്രസിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ പൂർണ്ണമായും ലയിപ്പിക്കുവാനുള്ള നീക്കമായിരുന്നു ഉദ്ധവ് താക്കറെ നടത്തിയത് എന്നതാണ് ഈ വിമത നേതാക്കളുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ, അതായത് പാർട്ടിയുടെ ഭാവി ശോഭനമാക്കുന്നതിനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും താൻ അധികാരം ഒഴിയുന്നതിന് ഒരുക്കമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ആണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ നടത്തിയിട്ടുള്ളത്. അതേസമയം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ NDA സർക്കാർ പ്രത്യേകിച്ച് 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം, അങ്ങനെ മണ്ഡല പുനർനിർണയത്തിലൂടെ വനിതാ സംവരണം എന്നിങ്ങനെയുള്ള നിർണായകമായ നീക്കങ്ങൾക്ക് തന്നെയാണ് BJP ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ, അതായത് ഈ വിമത നീക്കങ്ങൾ എവിടെ എത്തി നിൽക്കും എന്നതിൽ വ്യക്തതയില്ലാത്തത്. എന്തായാലും NDAയുടെ ഭാഗമാണ് ഏക്നാഥ് ഷിൻഡെ എന്നത് നമുക്കറിയാം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാവുന്ന നീക്കങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി അഭിലാഷ്. മറ്റു വാർത്ത, ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ സ്വർണ്ണഖനിയാകുമോ? വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക സംസ്ഥാനമായി ആന്ധ്ര മാറാനൊരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഖനന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കവും പുതുതായി കണ്ടെത്തിയ വൻ ധാതു സമ്പത്തുമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. സ്വർണത്തിനായി വിദേശ രാജ്യങ്ങളെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ രീതിക്ക് ഇതോടെ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഖനന ഭൂഗർഭ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുകേഷ് കുമാർ മീണയെ ഉദ്ധരിച്ചാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കർണൂൽ ജില്ലയിലെ ജൊന്നഗിരി ഗ്രാമത്തിൽ മാത്രം 50 ടൺ സ്വർണ്ണ നിക്ഷേപമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രാമഗിരി, ജവ്വകുല,
ചിഗുരുഗുണ്ട തുടങ്ങി മറ്റു 4 സുപ്രധാന ഇടങ്ങളിൽ കൂടി സ്വർണ്ണഖനനത്തിനുള്ള സാധ്യതകൾ ആന്ധ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഈ മേഖലകളിൽ കൂടി ഖനന അവകാശങ്ങൾ ലേലം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആന്ധ്രയുടെ ക്യാപിറ്റലിൽ മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തിലടക്കം വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ സ്വർണ്ണ ഉപയോഗമൊക്കെ 800 ടണ്ണിലധികമായതിനാൽ ആഭ്യന്തര പരിവേഷണം ശക്തിപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിലടക്കം വലിയ തോതിലുള്ള വ്യത്യാസമുണ്ടാകും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ആന്ധ്ര ഇന്ത്യയുടെ സ്വർണ്ണഖനിയാകാൻ ഒരുങ്ങുകയാണ്. DMK ബന്ധത്തിൽ CPMന്റെ കേരള തമിഴ്നാട് ഘടകങ്ങൾ 2 തട്ടിലാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. നേരത്തെ DMK ബന്ധം കോൺഗ്രസ് ഉപേക്ഷിച്ചതിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് CPM നേതാവ് കൂടിയായ പിണറായി വിജയൻ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ തമിഴ്നാട് ഘടകമാകട്ടെ DMKക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. DMKയുടെ നവ ഉദാര നയങ്ങൾ പിന്തുടർന്ന പാർട്ടിയാണ് എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം വിമർശിച്ചത്. കോൺഗ്രസ് DMKയെ കൈവിട്ടതിനെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വിമർശിക്കുമ്പോഴാണ് പാർട്ടിയുടെ തമിഴ്നാട് ഘടകം DMK വിമർശനം ആവർത്തിക്കുന്നത്. TVKയുടേത് റീൽ സർക്കാർ എന്ന DMK ആരോപണം ശരിയല്ല. DMK സർക്കാരിനെതിരെ വലിയ ജനരോഷമുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി തന്നെ TVK ഉപയോഗപ്പെടുത്തുകയാണ് ആ പാർട്ടിയുടെ വലിയ പരാജയത്തിന് കാരണമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, അഴിമതി, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഇവയൊക്കെ DMKയുടെ ഭരണകാലത്ത് പതിവായിരുന്നു എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ TVK കഴിഞ്ഞു. അതുകൊണ്ടാണ് TVK അധികാരത്തിൽ വന്നത് എന്നും പറയുമ്പോൾ CPM അതിശക്തമായ നിലപാട് DMKക്കെതിരെ സ്വീകരിക്കുന്ന അസാധാരണമായ സാഹചര്യത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഹോർമുസ് വിഷയമൊക്കെ ഒന്ന് തണുത്തപ്പോൾ ക്രൂഡ് ഓയിൽ വില രാജ്യാന്തര തലത്തിൽ കാര്യമായി കുറഞ്ഞ പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ ഉപഭോക്താക്കളാക്കുകയാണ് പാകിസ്ഥാനിൽ അവിടുത്തെ ഭരണകൂടം ജനങ്ങളെ. പാകിസ്ഥാൻ സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വൻ കുറവ് വരുത്തിയിരിക്കുന്നു. പെട്രോളിന് വില ലിറ്ററിന് 74 രൂപയും, അതായത് 74 പാകിസ്ഥാനി രൂപ, ഡീസലിന് 67 രൂപയും കുറയ്ക്കുന്നു എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇതോടെ പെട്രോൾ വില ലിറ്ററിന് പാകിസ്ഥാൻ രൂപയായ 299.78 ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ അത് 101 രൂപ, 101 ഇന്ത്യൻ രൂപയായി ലിറ്ററിന്. നമുക്കറിയാം ഇവിടെ ഏതാണ്ട് 116ഓളം രൂപയാണ് പെട്രോൾ വിലയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യക്കും ഇതൊരു പാഠമാണ് ഇത്രയധികം പണം കുറയ്ക്കുമ്പോൾ. ഡീസലിന് 311.78 രൂപയാണ് പാകിസ്ഥാനിലെ വില എന്ന് ആലോചിക്കണം. അത് നമ്മുടെ 105 രൂപ ഇന്ത്യൻ രൂപയാണ് വില എന്നുകൂടി ആലോചിക്കണം. ഈ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കത്തിക്കയറിയപ്പോൾ വൻ വില വർധനമാണ്. അതായത് പെട്രോളിന് 137 രൂപയും ഡീസലിന് 184 രൂപയും പാകിസ്ഥാനിൽ വർദ്ധിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അതാണിപ്പോൾ കുറച്ച് ഏതാണ്ട് പകുതിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇതിപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് തങ്ങളുടെ നിലപാട് എന്നാണ് പാക് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. 2030 വരെ വിരാട് കോഹ്ലി RCBക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടീം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെ പ്രതികരിച്ച് 2030 വരെ കോഹ്ലി കളിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് RCBയുടെ CEO കൂടിയായ രാജേഷ് മേനോനാണ്. ഇനി 3-4 വർഷം കൂടി കളി തുടരും കോഹ്ലി എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം 2008 IPL ആരംഭിച്ചത് മുതൽ ടീമിനോട് താരം കാണിക്കുന്ന പ്രതിബദ്ധതയെ പ്രശംസിക്കുകയും ചെയ്തു. ലോക ക്രിക്കറ്റിൽ ഒരു കളിക്കാരനും ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള ഏറ്റവും സുദീർഘമായ ബന്ധമാണ് കോഹ്ലിയും RCBയും തമ്മിലുള്ളത് എന്നാണ് ഇപ്പോൾ ടീം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഏതായാലും റിട്ടയർ ചെയ്താൽ പോലും, അതായത് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും കോഹ്ലി റിട്ടയർ ചെയ്താലും RCBക്കൊപ്പമുള്ള ബന്ധം തുടരുമെന്നും ഏതെങ്കിലും തരത്തിൽ ടീമിനൊപ്പം കോഹ്ലി ഉണ്ടാകും എന്നാണ് RCB വ്യക്തമാക്കുന്നത്. ഈ സീസണിലടക്കം കോഹ്ലിയുടെ ടീമിനോടുള്ള മനോഭാവം ഏറെ പ്രശംസനീയമായിരുന്നു എന്നും ടീം കൂട്ടിച്ചേർക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് വരാനിരിക്കുന്ന IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പരിശീലകനായ ഒരുപക്ഷെ യുവരാജ് സിംഗ് വന്നേക്കാം എന്നുള്ളതാണ്. 2007 T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും പ്ലേ ഓഫ് ദ ടൂർണമെന്റായ യുവരാജ് നിലവിൽ ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ തുടങ്ങിയ യുവതാരങ്ങളുടെ മെൻഡറായി പ്രവർത്തിക്കുകയാണ്. IPL ടീമിന്റെ ഔദ്യോഗിക പരിശീലക സ്ഥാനത്ത് യുവരാജ് എത്തുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിരിക്കും ഇത്തരമൊരു അപ്പോയിന്റ്മെന്റിലേക്ക് വന്നാൽ. 2019 മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് യുവരാജ് അവസാനമായി IPL കളിച്ചത്. 132 മത്സരങ്ങൾ അദ്ദേഹം ലീഗിൽ കളിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സൗരവ് ഗാംഗുലിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇപ്പോൾ യുവരാജ് സിംഗ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് കോച്ചായി വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ IPLൽ ഡൽഹി ടീമിന് കാര്യമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു ഉടച്ചുവാർക്കൽ ടീമിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്.
അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ അച്ഛൻ ജോർജ് മെസ്സി മരിച്ചെന്ന് ലൈവ് ഷോയിലൂടെ പറഞ്ഞ ചാനൽ അവതാരക ഫ്ലോറൻസ പെന രാജിവെച്ചു. ഈ ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ ആദ്യ ഗോൾ അടിച്ച ശേഷം മെസ്സി വിതുമ്പിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ലാസു ടിവിയിലെ അവതാരക കൂടിയായ ഫ്ലോറൻസിയ മെസ്സിയുടെ അച്ഛൻ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ വൈറലായി. തുടർന്നാണ് മെസ്സിയുടെ അച്ഛൻ ചികിത്സയിലാണെന്നും കുടുംബത്തിന് ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്. ഇതോടെ ഫ്ലോറൻസിയയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമുയർന്നു. ലുസു ടിവിയിലൂടെ തന്നെ ഇവർ മാപ്പ് പറഞ്ഞു. തുടർന്നാണ് ഇവർ രാജിവെക്കുകയും മറ്റും ചെയ്തത്. ലോകകപ്പ് കാണാനുള്ള അമേരിക്കൻ യാത്രയും ഇവർ റദ്ദാക്കി. നമസ്കാരം. ബ്രസീൽ ആരാധകർക്ക് സന്തോഷമായി. ഇതാ ബ്രസീൽ ആദ്യ ജയം സ്വന്തമാക്കി ഈ ലോകകപ്പിൽ. ജയത്തോടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ബ്രസീൽ ഇനി മുന്നോട്ടുള്ള പ്രയാണം അത് എളുപ്പമാക്കുമെന്ന് കരുതാം. പക്ഷേ മത്സരത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ മത്സരത്തിൽ പുറത്തെടുത്ത മികവാണ് എത്രമാത്രം നന്നായി എന്നുള്ള ചർച്ചകൾക്ക് വഴിതിരിക്കുന്നത്. ആദ്യ ജയം ബ്രസീൽ സ്വന്തമാക്കിയത് ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ്. ആദ്യ പകുതിയിലായിരുന്നു 3 ഗോളുകളും. ആദ്യ 11ലേക്ക് എത്തിയ മത്തേയൂസ് കുഞ്ഞ 2 ഗോൾ നേടി 23-ാം മിനിറ്റിൽ, ഒപ്പം 36-ാം മിനിറ്റിൽ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറാണ് ലീഡ് 3 മാറ്റിയത്. 2ാം പകുതിയിൽ ലീഡ് ഉയർത്താനിറങ്ങിയ ബ്രസീലിന് ഹെയ്ത്തി പ്രതിരോധത്തെ മറികടക്കാൻ സാധിച്ചില്ല. ഒരു തവണ മറികടന്നപ്പോൾ അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുകയും ചെയ്തു. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്താണ് ബ്രസീൽ. 2 മത്സരങ്ങളും തോറ്റ ഹെയ്ത്തി ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ബ്രസീലിന്റെ 3 ഗോളിന്റെ ജയം ആരാധകർക്ക് നൽകുന്ന വലിയ ആത്മവിശ്വാസമാണ്. ഇക്കുറി കപ്പ് തൂക്കുമെന്ന് ബ്രസീൽ ആരാധകർ പറയുമ്പോൾ കളി അത്രയ്ക്കങ്ങ് പോരെന്നാണ് അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ആരാധകർ പറയുന്നത്. എന്നാണെങ്കിലും 2ാം മത്സരത്തിൽ 3-0 വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീലിന്റെ ആരാധകർ. എന്തായിരുന്നു കളി? എങ്ങനെയായിരുന്നു പൊതുവെ കളി? ഫസ്റ്റ് ഹാഫും നല്ല ഉഷാറായിട്ട് 3 കളിച്ചു. പിന്നെ നമ്മൾ ടീം ജസ്റ്റുള്ളൊരു കളിയായിരുന്നു. പ്രതിരോധത്തിലായി രണ്ടാമതിൽ ചെറുതായിട്ട് പ്രതിരോധത്തിലൊരു കളിയായിരുന്നു. പക്ഷെ കളി വിലയിരുത്തുകയാണെങ്കിൽ ആ ടീമിലോട്ട് അങ്ങനെ കളിച്ചാൽ മതി. ഓവറായിട്ട് ഗോൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കളി വെച്ച് നോക്കുമ്പോൾ നല്ല കളിയാണ്. കഴിഞ്ഞതിനേക്കാൾ ഉഷാറായി കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ വിനീഷ്യസ് അടിച്ച ഗോൾ നല്ല ഗോളായിരുന്നു. 3ാമത്തെ ഗോള് നല്ല ഗോൾ. നെയ്മർ അടുത്ത കളിയിൽ ഇറങ്ങാൻ ചാൻസ്. നെയ്മർ പരിക്കുന്ന ഫുള്ളായിട്ട് മുക്തായിട്ടില്ല. അടുത്ത കളിയിൽ ഇറങ്ങും. ഉഷാറ് കളിയല്ലേ, ഒരു 5-6 അടിക്കണം എന്ന് കരുതിയതാ. പക്ഷെ മതി. ചെറിയ ടീമാകുമ്പോ 2-3 എണ്ണത്തുമ്പോ നിർത്തുന്നില്ല. എനിക്ക് ബ്രസീലിന്റെ വില പോകും. ഞങ്ങൾക്കും ഇല്ല ഒരു വില. കളി മോശമാണ്, വളരെ മോശമായിരുന്നു. ഇതാണ് വിമർശനം. റൊണാൾഡോനെ എത്ര വിമർശിച്ചാലും അവന്റെ കംബാക്ക് അടുത്ത കളി മുതൽ നിങ്ങൾക്ക് കാണേണ്ടി. ഇതേപോലെ ഫൈനലിസ്റ്റിൽ ഫസ്റ്റ് പാർട്ടിയിലായിട്ട് ഫസ്റ്റ് ടീം പോർച്ചുഗൽ ആയിരിക്കും. എതിർ ടീമിൽ ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടോ. പോർച്ചുഗൽ ഫൈനലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ട അടിക്കും. പോർച്ചുഗൽ ടീം കളി സൂപ്പർ കളിയാണ്. നമുക്ക് പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും ജയം മാത്രമേ ഉള്ളൂ, കാരണം അത്രേ ഉള്ളൂ. ഒന്നും പറയാല്ല. കപ്പ് നമ്മൾ നോക്കും, കപ്പ് നമ്മൾ കൊണ്ടുപോകും, ബ്രസീലോട്ട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നെ പല പറഞ്ഞുകളും പലതും പറയും, ഞങ്ങള് കണക്കെടുക്കാറില്ല. നല്ലൊരു ടീമിനെ ഇതുവരെ കളിച്ചിട്ടില്ല. നിങ്ങള് നല്ലൊരു ടീമിലോട്ട് മുട്ടിയിട്ടില്ല. റൗണ്ട് ഓഫ് 32 നിങ്ങൾ പുറത്തായിരിക്കും. നല്ല ടീമല്ല. ഫസ്റ്റ് കളി നല്ല ടീമല്ലേ. 5ാം സ്ഥാനം 6ാം സ്ഥാനക്കാരാണ് കളിച്ചത്. അത് ആലോചിക്കണം. നിങ്ങൾ എത്രാം സ്ഥാനത്തോടെ കളിച്ചത് അത് നോക്ക്. ഈ കളിയല്ല, ഫസ്റ്റ് കളികൾ തന്നെ നല്ല കളില്ല. എത്രാം സ്ഥാനം നിങ്ങൾ ഫസ്റ്റ് കളിച്ചത് നോക്ക്. എത്രാം സ്ഥാനം? ഫസ്റ്റ് കളിച്ച സ്ഥാനം നോക്ക്. എത്ര സ്ഥാനം? 87 സ്ഥാനം. 87 സ്ഥാനക്കാരാണ്. 45. ഈ കളി കൊണ്ട് കോലില്ലോ വേൾഡ് കപ്പ് എങ്ങനെ സ്വന്താക്കാനാ? ഇന്ന കോലി എന്താണ് ഒരു കാട്ടിക്കൂട്ടി ബ്രസീലില് കളി? ഇതിന് കളി എന്ന് പറയില്ല. എന്താ ഒരു കാട്ടിക്കൂട്ടി ഗ്രൗണ്ടിൽ ആകെ കടന്നു വരക്കല്ലേ കടന്നിട്ട്. ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വേൾഡ് കപ്പ് എടുക്കൂല. 100% ഉറപ്പാണ്. നിങ്ങളെ പെറ്റ് വെച്ചോളി, ഒരിക്കലും എടുക്കൂല ബ്രസീൽ. ഒരു കാര്യമില്ല, കളി തീരല്ല. ഇതുകൊണ്ടൊന്നും വേൾഡ് കപ്പിൽ എങ്ങനെ നിങ്ങൾ യോഗ്യത കരസ്ഥമാക്കിയത്? 3 ഗോളിനാണ് ജയിച്ചിട്ടുള്ളൂ. അതേ കളിയിൽ ബ്രസീൽ കളിച്ചിട്ടുള്ളൂ.
നിങ്ങൾ ആ വർത്താനം പറയണ്ട. അർജന്റീന കപ്പെടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ടടിക്കോ? കപ്പെടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ടടിക്കും. പറയണ എല്ലാവരും നിങ്ങൾ മുട്ടടിക്കാൻ തയ്യാറാണോ? അല്ല, ഇത്ര ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാള് വേണം. ഒരാള് വാ. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഒറ്റാള് ധൈര്യത്തിലുണ്ടോ? ബ്രസീൽ ആരാധകർക്ക് വെല്ലുവിളിയാണ്. 2002 കപ്പ് എടുത്ത 24 വർഷമായിട്ട് ഇപ്പൊ എടുക്കാതെ ഒരാള് വായ മുന്നോട്ട്. ഇത്രയും ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ടീമാണ്. നമ്മൾ കൊണ്ടുപോകും. നമ്മൾ എന്തിനു വെല്ലുവിളി ഏറ്റെടുക്കണം? നമ്മൾ കപ്പടിക്കുന്ന ടീമാണ്. ഞങ്ങൾ മുട്ടടിക്കാൻ നിന്ന് അതിനെ ഞങ്ങൾക്ക് അതുപോലെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. അതല്ല ബ്രസീൽ പറഞ്ഞു കഴിഞ്ഞാല് എത്ര പിന്നിക്ക് തിരിച്ചു വന്നിട്ട് ഒരു കപ്പടിക്കുന്ന ടീമാണ്. അത് വേൾഡ് കപ്പ് ആണെന്നില്ല, ഏതൊരു കപ്പ് അടിച്ചിരിക്കും. പിന്നെ എത്ര കളിക്കാണ് കോപ്പ അടിച്ചിടാ, കോൺഫിഡൻസ് അടിച്ചിടാ, മറ്റേ ഒളിമ്പിക്സ് അടിച്ചിടാ. എന്തൊക്കെ അതുപോലെ മേജർ കളിയല്ലേ? ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാം. ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് പറയും. കളികൾ കളിച്ച് ഇതാണ് കളി. ഇന്ന് കടന്നു വരകലാണ്. ഇതിന് കളി അറിയില്ല. എന്താണെങ്കിലും ബ്രസീൽ 3-0 ജയിച്ചതിന്റെ ആശ്വാസം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കളി പോരാന്ന് നിങ്ങൾ പറയും. അടുത്ത കളിയിൽ ഉച്ചാറാവും. ഒന്നാമത്തെ കളിയേക്കാൾ ഉച്ചാറാവും. തയ്യാറല്ലോ, മുട്ടടിക്കാൻ തയ്യാറാണോ? കളി ജയാണ്. നമ്മളെ പെറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇതിൽ ഒരാൾ എന്നോട് എതിർക്കാൻ നിന്നാൽ ഞാനും അംഗീകരിക്കും. ഇല്ല, ഒരാൾ അംഗീകരിക്കട്ടെ. ഒരാൾ അംഗീകരിക്കട്ടെ. ഒരാൾ അംഗീകരിക്കട്ടെ. അല്ലല്ല, ആരെന്നോട് ചോദിച്ചത്? എന്നോട് ചോദിച്ച വ്യക്തി ഇവനാണ്. അവന് മുന്നോട്ട് വരാണ്, ഞാൻ ഓക്കെയാണ്. എന്താണെങ്കിലും ബേപ്പൂരിലെ PV അൻവറിനെ പറ്റി പോലെ ആകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ബ്രസീലിന്റെ ജയത്തോടെ ബ്രസീൽ ആരാധകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ ഇതൊന്നും ഒരു ജയമല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീനക്കാരൻ പോർച്ചുഗലുകാരൊക്കെ. എന്നാലും ലോകകപ്പിന്റെ ആവേശം മുഴുവൻ മലപ്പുറത്ത് തന്നെയാണ്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അനുമോദോടെ നിർത്തിയിട്ട പിറകിലുള്ള അവരുടെ തല്ല് തീർന്നിട്ടില്ല. ഇതാണ് ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ആരാധകർക്ക് ഒരുമിച്ച് കിട്ടിയാൽ ഉണ്ടാവുക. ലോകകപ്പ് എന്തായാലും മലപ്പുറമാണ്. മലപ്പുറത്തെ ആവേശവുമാണ് കണ്ടത്. ഇനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ അവിടെ കറുവപ്പള്ളിയിൽ ഒരുപാട് ഫുട്ബോൾ ആരാധകർ ഒത്തുകൂടിയിരുന്നു. രാവിലെ തന്നെ 5 മണി മുതൽ തന്നെ ബ്രസീലിന്റെ കളി കാണാൻ വേണ്ടി. മത്സരശേഷം അതിൽ വളരെ കൃത്യമായ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു പയ്യൻ നൽകിയ പ്രതികരണമൊക്കെയാണ് ശ്രദ്ധേയം. എന്താണെങ്കിലും നമുക്കിത് കാണാം. കൊച്ചിയിലെ ആരാധകർ എങ്ങനെയാണ് ബ്രസീൽ മത്സരത്തെ കണ്ടതെന്ന്. അടിപൊളിയാണ്. ആ ടീമുണ്ട് കൊണ്ട് ജയിച്ച മറ്റേ കളി കളിയിൽ അവർ പറ്റും, ജയിക്കാൻ പറ്റും. പക്ഷെ അവർ ജയിപ്പിച്ചില്ല. അടുത്ത കളി സുൽത്താൻ കളിയായിരിക്കും. ബ്രസീല് ആധികാരിക വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ കറുകപ്പള്ളിയിലെ DRKPയുടെ സ്പോർട്സ് അറീനയിൽ നിന്നാണ്. മക്കളെ കളി കണ്ടോ? പോകുന്നില്ലേ? ആരാധകരാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. വലിയ ആവേശത്തിലാണ്. കാരണം നിർണായകമായ ഒരു വിജയം നേടിയിരിക്കുന്നു എന്നതാണ്. എന്തുണ്ട്, കളി പൊളിച്ചു? കളി തകർക്കും. ഞങ്ങൾ കപ്പടിക്കുന്ന ടീമല്ലേ, ഞങ്ങൾക്ക് വാശിയുണ്ട്. എല്ലാത്തിനായിട്ട് കൊടുക്കും. ഞങ്ങൾ ഞങ്ങൾ അർജന്റീനക്കിட்ட കൊടുക്കണേ. സൂപ്പർ കളി. ഈ കളി വെച്ച് മുമ്പോട്ട് പോയാൽ മതി, വേറെ ഒന്നുമില്ല. ഈ വിജയം ഞങ്ങൾ അർജന്റീന ഫാൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. കാരണം ഈ ഒരു വിജയം അവരത്ര കണ്ട് ത്രസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കണ്ടില്ല നിങ്ങൾ? ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഈ സുൽത്താനും കൂടി വന്നതിനാ പറയാനില്ല. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 7-0 നിന്നോണ്ടേനാ.
ആർക്കുള്ള മുന്നറിയിപ്പ്? അർജന്റീനക്കാണോ? അർജന്റീനക്കും ഫ്രാൻസിനും ലേറ്റസ്റ്റ് വേൾഡ് കപ്പ് രണ്ടുപേർക്കുള്ള മുന്നറിയിപ്പാണിത്. ഒരാളല്ലേ ഇവിടെ എല്ലാം ഓടിക്കളഞ്ഞ് 3 ഗോള് വീണപ്പോ തന്നെ ഒക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറക്കമായി. ഇവിടെ 6 മണിക്ക് വന്നിട്ട് 5:30 മണിക്ക് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടായി ഒക്കെ വിട്ട് കളഞ്ഞു. ബ്രസീല് തോക്കാൻ കാത്തിരുന്ന അരകളും ഉള്ളിയെടുക്കിട്ട് മാറി ഉറങ്ങട്ടെ. ആവേശത്തിലാണ്, കാരണം നിർണായകമായ ഒരു വിജയം നേടുന്നു. ഇത് പലർക്കുമുള്ള മുന്നറിയിപ്പായിട്ട് അവരത് സമർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ ആവേശത്തിലേക്ക് പോകുന്നു എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അവർ ആവേശം കൊള്ളുന്ന ഒരു വിജയം നേടിയെടുത്തതിൻ്റെ എല്ലാ സന്തോഷവും ബ്രസീൽ ആരാധകർക്കുണ്ട്. തുടർന്ന് ഫൈനൽ വരെ ആ യാത്ര തുടരാൻ കഴിയുമെന്ന വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് കാനറികളുടെ ആരാധകർ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. ഇനി ജയിച്ചു, പക്ഷേ അവിടെ ബ്രസീലിന് ആശങ്കയായി ഒരു സംഭവം എന്നുണ്ടായി. റഫീഞ്ഞ പരിക്കേറ്റ് ഇന്ന് തിരികെ കയറുന്നത് കണ്ടു. മത്സരത്തിന്റെ 40-ാം മിനിറ്റിലാണ് പരിക്കിനെ തുടർന്ന് റഫീഞ്ഞ ഗ്രൗണ്ടിൽ നിന്നും തിരികെ കയറിയത്. കുറച്ചു നേരം ആ ഗ്രൗണ്ടിലിരുന്ന വിനീഷ്യസ് ജൂനിയറുമായി സംസാരിച്ച ശേഷമാണ് റഫീഞ്ഞ ഒപ്പം ഫിസിയോ എത്തി. അവർ പരിശോധിച്ച ശേഷമാണ് തിരികെ കയറാനുള്ള തീരുമാനത്തിലേക്ക് വന്നതും വളരെ പെട്ടെന്ന് റയാനെ കളത്തിലേക്ക് ഇറക്കുന്നതും. എത്രത്തോളം ഗുരുതരമാണ് ഈ പരിക്ക് എന്നുള്ളത് റഫീഞ്ഞ ഒപ്പം ബ്രസീൽ ടീം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വികാരഭരിതനായിട്ടാണ് റഫീഞ്ഞ സ്റ്റേഡിയം വിട്ടുപോയത്. ആ ദൃശ്യങ്ങളാണ് ആരാധകർക്ക് ആശങ്കയാവുന്നത്. ഈ ഹാംസ്ട്രിങ് ഇഞ്ചറി സാധാരണ നിലയിൽ ഏതാണ്ട് 3 ആഴ്ച വരെ എടുത്തേക്കാം. അത്തരമൊരു സാധ്യതയാണെങ്കിൽ റഫീഞ്ഞ ഈ ലോകകപ്പിൽ ഇനി കളിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റഫീഞ്ഞ ഇല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് വലിയ തോതിൽ പൊളിച്ചെഴുത്ത് വേണ്ടി വരും. എത്രമാത്രം കാര്യക്ഷമമായി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും റഫീഞ്ഞ ഇല്ലാതെ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് പറയാറായിട്ടില്ല. റഫീഞ്ഞ ഉണ്ടാകുമെന്ന് കരുതാം, തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആതിഥേയരായ USA ലോകകപ്പിന് നോക്കൌട്ടിലെത്തി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USന്റെ ജയം. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെ US മുന്നിലെത്തി. ഫ്ലോറൻ ബലോഗൻ നടത്തിയ മുന്നേറ്റമാണ് ഗോളിന് വഴിയൊരുക്കിയത്. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ അലക്സ് ഫ്രീമാനാണ് ഹെഡറിലൂടെ USന്റെ ലീഡ് അത് 2-ആക്കി ഉയർത്തിയത്. ലൈൻ റഫറി ആദ്യം ഇത് ഓഫ്സൈഡ് വിളിച്ചു, പക്ഷേ VAR പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കി ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കളി തുടങ്ങി 70-ാം സെക്കൻഡിൽ ഇസ്മായിൽ സായിബരി നേടിയ ഗോളാണ് മൊറോക്കോയ്ക്ക് ടൂർണമെന്റിലെ ആദ്യ ജയം സമ്മാനിച്ചത്. ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്നും 4 പോയിന്റായ മൊറോക്കോ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കി. പരാജയപ്പെട്ടുവെങ്കിലും കുറഞ്ഞ ഗോൾ വ്യത്യാസത്തിലുള്ള തോൽവി സ്കോട്ട്ലൻഡിന്റെയും പ്രതീക്ഷകളെ നിലനിർത്തുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള കാൽപന്ത് കളിയുടെ ആവേശം അതിങ്ങനെ കൊടുമുടി കയറി നിൽക്കുമ്പോൾ അർജന്റീന ടീമിനോടുള്ള പ്രണയം കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കോൾമുട്ടയിലെ ആരാധകർ. 270 അടി നീളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചാണ് ഇവർ ശ്രദ്ധേയരായത്. ഇതോടെ ഫുട്ബോളും പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നെഞ്ചിലെ ആവേശം വെറുമൊരു വാക്കിലൊതുക്കാതെ റെക്കോർഡ് നീളമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ഒരു ഗ്രാമത്തെ ആകെ നീലക്കടലാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ണൂർ കോൾമൊട്ടയിലെ അർജന്റീന ആരാധകർ. 270 അടി നീളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കൂറ്റൻ ബോർഡാണ് സ്ഥലത്തെ പ്രധാന ചർച്ചാ വിഷയം. നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു വിരുന്നായി മാറിയിരിക്കുകയാണ് ദൃശ്യവിരുന്നായ ഈ ഫ്ലെക്സ് ബോർഡ്. പ്രിയതാരം ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ബോർഡ് കാണാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തുന്നത്. കോൾമൊട്ടയിലെ അർജന്റീനൻ ആരാധകർ 270 അടിയിൽ നീളത്തിൽ ഏറ്റവും വലിയ ഫ്ലക്സ് വെച്ചുകൊണ്ട്
അർജന്റീനൻ ആരാധകർക്കെല്ലാം ഒരു ആവേശമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായപ്പോൾ 600 പേർക്ക് ബിരിയാണി നൽകിക്കൊണ്ട് കോൾമട്ടൻ ആരാധകർ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ 2026 US നടക്കുന്ന ലോകകപ്പിലും അർജന്റീന തന്നെ വിജയം കൈവരിക്കുമെന്നുള്ള നല്ലൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കോൾമുട്ടയിലെ അർജന്റീന ഫാൻസ് ഭാരവാഹികളായ PP ഷമീർ, ജിതിൻ ലക്ഷ്മണൻ, PK ജസീം, ഫസീഹെ കെ, നിസാർ PP എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കൂറ്റൻ ബോർഡ് യാഥാർത്ഥ്യമാക്കിയത്. ലോകകപ്പ് മത്സരങ്ങൾക്ക് ആവേശം കൂട്ടാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ആരാധകരുടെ തീരുമാനം. News 18 കണ്ണൂർ.